അങ്ങനെ ഫൈനലി ഇൻസ്റ്റഗ്രാം കുറേ നാളായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പിൻറ്ററസ്റ്റി വൈബുള്ള ഷോപ്സ്, അതും ഇൻ കൊച്ചി, ഞാനും എൻ്റെ ഫ്രണ്ട് സുജിയും കൂടെ വിസിറ്റ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് എടപ്പള്ളിയിലുള്ള വയലറ്റ് സ്റ്റോറിലേക്കാണ്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം സമ്മർ കളക്ഷൻസ്, വിൻ്റർ കളക്ഷൻസ്, കാഷ്വൽ വെയർ, പാർട്ടി വെയർ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എലഗൻ്റ് ആയിട്ടുള്ള ജ്വല്ലറീസും ആക്സസറീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. വീഡിയോയിൽ കാണുന്ന ഈ ഒരു റെഡ് ബോഡി കോൺ ഗൗൺ എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് നല്ല ടൈറ്റ് ആയിരുന്നു. പക്ഷേ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള ടോപ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെയൊക്കെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര അങ്ങോട്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിൻട്രസ്റ്റി വൈബ്സ് ഉള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ നോക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ഔട്ട് ഓഫ് 10 നമുക്കൊരു 8 കൊടുക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് കുറച്ച് സൈസ് ഇഷ്യൂസ് വന്നുകൊണ്ടാണ് 2 പോയിൻറ്റ്സ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് ഡൈക്കട്ട് സ്മാർട്ടായിരുന്നു. സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ഒരു 60 to 70% ഓഫ് ദ പീപ്പിളിനെങ്കിലും ഈ ഒരു സ്റ്റോറിനെ പറ്റി നന്നായിട്ട് അറിയായിരിക്കും. അങ്ങനെ കാത്തിരുന്ന് ഫൈനലി ഞാനും വിസിറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പിൻട്രസ്റ്റ് നേരിട്ട് കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡൈക്കട്ട് സ്മാർട്ടിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒന്നും വാങ്ങാൻ പ്ലാനിട്ട് പോയതല്ലെങ്കിലും വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് തോന്നും. അതുപോലെ ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് ഐറ്റംസ് അവിടെ ഉണ്ട്. ഞാൻ എക്സാജറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്, പക്ഷേ എനിക്ക് ഈ സ്റ്റോർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജേർണൽ കിറ്റ്സിൻ്റെ ഒക്കെ ഒരു ഹ്യൂജ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. സ്കൂൾ ബാഗ്സ്, ടോട്ട് ബാഗ്സ്, ടംബ്ലേഴ്സ്, ബോട്ടിൽസ്, എന്താ ഇല്ലാത്തത്. യൂഷ്വലി ഞാനൊരു പിങ്ക് കളർ ഫാൻ അല്ല, പക്ഷേ ഈ ഒരു ജേർണൽ കിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. പിന്നെ കുറേ ക്യൂട്ട് ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു, മഗ് ഉണ്ടായിരുന്നു, ഗ്ലാസ് സ്ട്രോ ടംപ്ലേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡൈക്കട്ട് സ്മാർട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഹെർഡേ പോകുന്ന വഴി ഡൈക്കട്ട് സ്മാർട്ട് കണ്ടപ്പോഴത്തേനും അങ്ങനെ വിസിറ്റ് ചെയ്തതാണിത്. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എടുക്കാതെ തിരിച്ചു പോരാനായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഗ്ലാസ് സ്ട്രോ ടംപ്ലർ ഒരെണ്ണം എടുത്തു. പിന്നെ ജേർണലിംഗ് സ്റ്റിക്കറും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് എൻഗേജിങ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോസ് എടുക്കുന്ന കണ്ടിട്ട് ആ ചേട്ടൻ വന്നിട്ട് ഈ ഒരു ടേബിൾ ലാമ്പ് ലൈറ്റ് ചെയ്ത് കാണിക്കായിരുന്നു, ഇതും കൂടി എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്നൊരു മിനി പർച്ചേസും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് എങ്ങോട്ടൊക്കെയാണ് പോയെന്നുള്ളത് പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പം ലൈക്കും ഷെയർ കമൻറ്റും ഒന്നും മറക്കണ്ട.